ഹലോ, ടൈനി ടോക്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ സമയം ഒരു 6:15 കഴിഞ്ഞു. ഞാൻ എഴുതിച്ച് രാവിലെ കുളിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. വേറൊരാളുണ്ട്. ഈ നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഡോർ തുറന്ന് കൊടുക്കാനാണ്. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ഡോറാണ്. ഏട്ടനകത്ത് കിടക്കുകയാണ്. ഏട്ടൻ്റെ ഫസ്റ്റ് കണി അവനാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഡോർ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ തുറന്നു കൊടുക്കാത്തതുകൊണ്ട് എന്നെ വന്ന് വിളിച്ചത്. അപ്പോൾ നമുക്ക് ഡോർ തുറന്ന് അവൻ്റെ അകത്താക്കാം. രാവിലെ ഏട്ടന് കാഴ്ചയാവാനായിട്ടാണ് പോകുന്നത്. എല്ലാ ദിവസവും ഇവനാണ് ഫസ്റ്റ് കണി ഏട്ടൻ്റെ. അത് കണ്ടില്ലെങ്കിൽ ഏട്ടനും കാണിച്ചില്ലെങ്കിൽ എവനും സമാധാനം വരില്ല. ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് രണ്ടുപേരും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് മീനമാസത്തിലെ 1-ാം തീയതിയാണ്. 1-ാം തീയതി കൂടെ ആയതുകൊണ്ടാണ് രാവിലെ എഴുതിച്ചത്. പിന്നെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ 1-ാം തീയതിയിലത്തെ ഫസ്റ്റ് ഒരു റെഗുലർ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കാഴ്ച. അച്ഛൻ നേരം വെളുക്കും മുമ്പേ വിളക്കൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ട് അച്ഛൻ അമ്പലത്തിലും പോയി കഴിഞ്ഞു. ഞാൻ ഉറക്കൊഴിച്ച് വന്ന സമയമാണ്. നെക്സ്റ്റ് ഒരു കാഴ്ചയാണ് ഇഡലി തട്ട്. ഇവിടെയൊക്കെ 1-ാം തീയതി ഒരു ദിവസം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു കംപ്ലീറ്റ് ആവണമെങ്കിൽ രാവിലെ ഇഡലി മസ്റ്റാണ്. അപ്പോൾ ഇഡലി. പക്ഷേ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നതുകൊണ്ട് സാമ്പാർ വയ്ക്കുന്നില്ല. അതിനുള്ള സമയമില്ല അമ്മയ്ക്ക്. ചമ്മന്തിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ രാവിലെ 1-ാം തീയതി രാവിലെ എന്ന് പറഞ്ഞാൽ നോർമൽ ഫുഡെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇഡലിയും സാമ്പാറുമാണ്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ക്ഷാമം മൂലം വീട്ടിൽ മറ്റേ പൊടിയടിച്ചിരുന്നതിൽ നിന്നും സ്ഥാനം പിടിച്ച കെറ്റിലും ഇൻഡക്ഷൻ കുക്കർ, ഇതൊക്കെ നമ്മൾ ഈ ഷോക്കേസിൽ വയ്ക്കുന്ന സാധനങ്ങൾ പോലെ പൊടിയടിച്ചിരുന്നതായിരുന്നേ. ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം തുടങ്ങിയതുകൊണ്ട് ഞങ്ങളും എടുത്ത് വെളിയിച്ചിട്ടുണ്ട് എല്ലാവരെയും പോലെ. ലിയോ അടക്കം എല്ലാവരുടെയും മുഖത്ത് നിങ്ങളൊരു പുച്ഛം കാണുന്നില്ലേ? ഞാൻ ലേറ്റായതിൻ്റെ പുച്ഛമാണത്. ഒരു 5 മിനിറ്റ് ഒന്ന് ലേറ്റായി, അതിൻ്റെ പുച്ഛം. അങ്ങനെ ഫൈനലി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും അമ്മയും പിറകിലും ഏട്ടനും ബ്രദറും അവർ രണ്ടൊരു ഫ്രണ്ടിലുമായിട്ടാണ്. നമ്മൾ 4 കൂടി ഒന്ന് പോകുന്നത് ഒരു തമിഴ്നാട് ബോർഡറല്ല, കുറച്ച് പോകണം, ഉള്ളൊരു അമ്പലത്തിലേക്കാണ് പോണത്. സത്യത്തിൽ ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു അമ്പലമാണ്. ഇതിപ്പോൾ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇന്ന് അവിടെ മീനത്തിൽ 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് അവിടെ ഉത്സവത്തിന് കൊടിയേറുകയാണ്. സത്യത്തിൽ ഈ കാര്യം ഞാൻ ഓർത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ അതങ്ങോട്ട് മൈൻഡിൽ പോയില്ല. പക്ഷേ ഏട്ടൻ ഓർത്തു കേട്ടോ അത്. കാരണം നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഏട്ടൻ വണ്ടി ഒതുക്കിയിട്ട് അവിടെ കയറാമെന്ന് പറഞ്ഞു. അവിടെ കയറിയപ്പോഴാണ് ഇന്നാണല്ലോ കൊടിയേറ്റെന്നുള്ള കാര്യം ആലോചിച്ചതും. പിന്നെ ഞങ്ങളകത്ത് ഞങ്ങൾ കയറിയപ്പോൾ ഒരു 9 മണിയായി. 9:30 അവിടെ കൊടിയേറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നന്നായിട്ട് തൊഴുതു. തിരക്കുണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് തൊഴുതു കൃഷ്ണനെ. കുറേ നാളായി പോയിട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വർഷത്തിനൊക്കെ പുറത്തായിട്ടുണ്ട് ഞാൻ ആ ഏരിയയിലോട്ട് പോയിട്ട്. കൃഷ്ണൻ തന്നെ എന്നെ കണ്ട പാരാന്ന് ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആവശ്യത്തിന് പോവും, എന്തെങ്കിലും നേർച്ച കാഴ്ചയൊക്കെ വച്ചിട്ടിങ്ങ് തിരിച്ചു പോരും. ആ എണ്ണമാണേ. അപ്പം അങ്ങനെ പോകുന്നത് വളരെ കുറവാണ്, വളരെ വിരളമാണ്. അപ്പോൾ ഇന്ന് അവിടെ പോകാൻ പറ്റി. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ മാർത്താണ്ഡപിള്ള മഹാരാജാവ് ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് എന്ന് പറയുന്ന സ്ഥലം. അമ്മച്ചിപ്ലാവ് എന്ന് പറയുന്ന മരമുള്ളത്, പ്ലാവുള്ളത്. 8 വീട്ടിൽ പിള്ളമാരുടെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർത്താണ്ഡപിള്ള രാജാവ് ഒളിച്ചിരുന്നത് അവിടെ ആണെന്നാണ് പറയുന്നത്. ആ മരം അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കൃഷ്ണൻ്റെ കുഞ്ഞ് വിഗ്രഹമൊക്കെ മേടിച്ച് അവിടെ നിന്ന് തിരിച്ചു. ഇനി ഞങ്ങളുടെ കറക്റ്റ് ടാർഗറ്റ് ലൊക്കേഷനായ തമിഴ്നാട്ടിൽ അരുവായ്മൊഴി എന്നെങ്ങാണ്ടോ ആണ് സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് പേര് കൃത്യമായി ഓർമ്മയില്ല. അമ്പലത്തിൻ്റെ പേര് മുപ്പന്തൽ ഇഷക്കി അമ്മൻ ക്ഷേത്രം എന്നാണ്. മുപ്പന്തൽ ക്ഷേത്രം അമ്പലം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഇത് തമിഴ്നാട് നമ്മൾ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ യാത്ര. അത് നിങ്ങൾക്ക് ആ മല കാണുമ്പോൾ അറിയാം. അപ്പം നമ്മൾ പറഞ്ഞത് കേരളമാണ് മാമല നാടെന്നാണ്. പക്ഷേ എനിക്ക് സീരിയസ്ലി തോന്നിയിട്ടുള്ളത് തമിഴ്നാടാണെന്നാണ്. കാരണം ചെന്ന് കഴിഞ്ഞാൽ മലകളുടെ വേട്ടയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ദേവിയുടെ ഒരു സ്റ്റാച്ചു ആയിട്ടോ. ഭയങ്കര അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അങ്ങനെ അങ്ങ് സ്റ്റക്കോണായി നിൽക്കും ആ ഒരു പ്രതിമ നോക്കിയിട്ട്. അത്രയ്ക്കൊരു ഭയങ്കര ഒരു കാർവിങ് പവറുള്ളൊരു രൂപമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാനും കുറേ നേരം നോക്കി നിന്നു. പിന്നെ അവിടെ നമ്മൾ അകത്തേക്ക് കൊടുക്കാനുള്ള തട്ടമൊക്കെ മേടിക്കാനായിട്ട് പോയതാണ്. അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ അമ്പലമൊന്നുമല്ല കേട്ടോ. ഒരു ഭയങ്കര വലിയൊരു അമ്പലം, ഒരു കുഞ്ഞമ്പലം, ഒരു കുഞ്ഞു പ്രതിഷ്ഠയൊക്കെ ഉള്ളൊരു അമ്പലം.
അപ്പം പക്ഷേ ഒരുപാട് ആളുകൾ, മോറോവർ മലയാളികളെയാണ് ഞാനിന്ന് അവിടെ കണ്ടത്. തമിഴ്നാട്ടിലാണെങ്കിലും മോറോവർ ഞാനിന്ന് അവിടെ കണ്ടത് മലയാളികളെയാണ്. ഇതാണ് അമ്പലം. പിന്നെ ഞാൻ തൊഴുതിട്ട് തട്ടുമൊക്കെ സമർപ്പിച്ച് തിരിച്ച് പ്രസാദമായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഒന്നാമത് ഇതിനടുത്തായിട്ട് ഒരുപാട് വിൻഡ് മിൽസ്, നമ്മുടെ കാറ്റാടി അത് ഒരുപാടുണ്ട്. അതിൻ്റെതാണോ എന്നറിയത്തില്ല, ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഡ്രസ്സ് പിടിക്കാൻ പറ്റില്ല, അത് പല വഴിക്കൊക്കെ ആയിട്ടായിരുന്നു പറന്നു പോണത്. അപ്പോൾ അങ്ങനെ നല്ല കാറ്റൊക്കെ, നല്ല സുഖമായിരുന്നു കേട്ടോ കാറ്റത്ത് നിൽക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതിറങ്ങി. ഞങ്ങളവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 10:30 കഴിഞ്ഞിരുന്നു. അമ്പലം 12 മണി വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി സമാധാനത്തിൽ പോയത്. ഇത് അവിടുത്തെ ഫ്രണ്ടിലുണ്ടായിരുന്നൊരു മരമാണേ, എന്താണെന്നറിയത്തില്ല, അവിടെ ഇങ്ങനെ ചുറ്റിക്കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഒരുപാട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടെന്ന്. കൊയ്യാപ്പഴം സംതിങ് എന്തോ അവരിതിനെ പറയുന്നത്, പേരയ്ക്ക, നമ്മുടെ പേരയ്ക്ക സംഭവം. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു. ഇത് ഞാൻ എൻ്റെ ലിയോയ്ക്കൊരു ടോയ് മേടിക്കാൻ കരുതാണ്. നമ്മൾ എവിടെ പോയാലും അവനൊരു ടോയ് മസ്റ്റാണ്. മെയിൻ അവൻ്റെ ഒരു മാസ്റ്റർ പീസ് സാധനമുണ്ട്, ഈ ഗദ. ഞാനിപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ആ ഗദ എന്ന് പറയുന്നത്, അതാണ് അവൻ്റെ മാസ്റ്റർ പീസ് ടോയ് എന്ന് പറയുന്നത്. അങ്ങനെ അതും എടുത്തു. അത് മേടിച്ചിട്ട് തിരിച്ച് വണ്ടിയിലോട്ട് കയറാൻ പോയപ്പോഴാണ് അതിൻ്റെ സൈഡിലായിട്ട് വേറൊരു മാടൻ തമ്പുരാൻ ചെറിയൊരു ക്ഷേത്രം പോലെ, അതും അതിൻ്റെ പിറകിലൊരു ആറും ഒക്കെ കണ്ടത്. പിന്നെ അവിടെയും പോയി ഒന്ന് തൊഴുതു. ആറ്റിലോട്ടൊന്നും അങ്ങോട്ട് പോയില്ല, അവിടെ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ച് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക്. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പേരയ്ക്ക മുറിച്ച് മസാലയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. കാറി ഇരുന്ന് തന്നെ വന്ന് തിന്നു. നമ്മളവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിയാണ്. ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ അത്രയും ഈ ഇങ്ങനെ കാറ്റാടി യന്ത്രങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞ അവിടെ നല്ല കാറ്റാണ്. കാരണം ഒരു 2 കിലോമീറ്ററോളം ഫുൾ ഈ വിൻഡ് മിൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റ് അവിടെ ഇതാവുന്നുണ്ട്. ഇതെൻ്റെ വണ്ടിയിലിരിക്കുന്ന ഒരു ചാൻറ്റിങ് ബുദ്ധയാണ്. ഇങ്ങനെ ഇരുന്ന് മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ ഇരുന്ന്. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് വരിക. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് കേരള ബോർഡർ എത്താറായി. അപ്പോൾ ദാഹിച്ച് തളർന്നതുകൊണ്ട് ഇവിടെ നൊങ്ക് കണ്ടു. അപ്പം നൊങ്ക് വാങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. വാങ്ങി അവിടെ നിന്ന് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനിറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് അതിനെ കട്ട് ചെയ്ത് സർബത്താക്കി തരാം എന്ന് പറഞ്ഞ് ചേച്ചി അത് കട്ട് ചെയ്യുവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കഴിക്കുന്നില്ല, പാഴ്സൽ മേടിച്ചിട്ട് പോണതേ ഉള്ളൂ. കാരണം അച്ഛൻ വന്നിട്ടില്ലല്ലോ, അപ്പോൾ അച്ഛനും കൂടെ മേടിച്ചുകൊണ്ട് പോകണം. അപ്പം അതിനിറങ്ങിയതാണ്. അപ്പോൾ ഏട്ടൻ അകത്തോട്ട് പോയിട്ടുണ്ട്. ഞാൻ കാറിൻ്റെ അവിടെ വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് ഞാനും ഏട്ടൻ്റെ അടുത്തേക്ക് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ അവിടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അവിടെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. ഗ്യാസിൻ്റെ ക്ഷാമം ഇവരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ്. ദോഷം പറഞ്ഞുകൂടാ, സാധാരണ നോർമൽ റേറ്റിനെക്കാട്ടി കൂടുതലാണ് റേറ്റ്. പിന്നെ കുറ്റം പറയല്ല, കാരണം ഗ്യാസിൻ്റെ ഇതിപ്പോൾ നമ്മളെ വീടുകളിൽ തന്നെ നമുക്കറിയാമല്ലോ ക്ഷാമം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബില്ല് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം സാധനം ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഇനി അടുത്ത നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇനി മേടിച്ചുകൊണ്ടൊന്ന് ഫുഡ് കഴിക്കണം. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 1:30 മണി കഴിഞ്ഞു. ഫുഡ് കഴിക്കണം, പിന്നെ ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ എൻ്റെ കുട്ടി വ്ളോഗ് അവസാനിക്കുന്നു. ടാറ്റാ.